വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വ്ളോഗാണ്. അത്യാവശ്യം പ്രൊഡക്റ്റീവായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇതാ നമ്മൾ പുതിയ റൂമിലേക്ക് മാറിയിട്ടുണ്ട്. പാലൊക്കെ കാച്ചി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ചുമ്മാ അറിഞ്ഞതാണ്. നമ്മൾ ചായക്ക് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം. കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം മാറും, ഇതെല്ലാം നമ്മുടെ റൂം, നമ്മൾ നോക്കി വെച്ച റൂം ഇതെല്ലാം എന്നൊക്കെ. അപ്പോൾ നമ്മൾ റൂം മാറിയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു കേട്ടോ ആൾ പറഞ്ഞത്. ഓണർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ആൾ വരും, അവർ ഇന്ന് പോവുള്ളൂ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇതാ ബോക്സിലും ഇതിലൊക്കെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയായിരുന്നു മാറിയത്. അപ്പോൾ ഇതാ ഇന്ന് ഏകദേശം ഒരു 12 മണിയൊക്കെ, എഴുന്നേൽക്കാൻ നല്ല ലേറ്റ് ആയിരുന്നു. ഒരു 12 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രിഡ്ജൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ആ സമയത്ത് എൻ്റെ ഫോണിൽ ചാർജിലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് തുടങ്ങിയത്, കാരണം കുറേ ഓൾറെഡി നമ്മൾ ഫ്രീസറിൽ ഒക്കെ വെച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പുറത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം അത് വേഗം അങ്ങ് ക്ലീൻ ചെയ്തിട്ട് അതിൽ സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. റൂം മാറുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ട് എന്നുള്ളത് ഇത് റൂം മാറിയ സമയത്താണ് മനസ്സിലായത്. കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്നായിട്ട് എങ്ങോട്ടേക്ക് മാറ്റി ബോക്സിലും, പിന്നെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് റൂം തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കബോർഡുകളും കാര്യങ്ങളൊക്കെ. കാരണം കബോർഡൊക്കെ എല്ലാം ആദ്യം ക്ലീൻ ചെയ്തിട്ടാൽ നമുക്ക് പിന്നെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് അങ്ങ് എടുത്തു വെച്ചാൽ കുറേ സംഭവങ്ങൾ ഒഴിയുമല്ലോ. നമ്മുടെ ആദ്യത്തെ റൂമിനേക്കാൾ കുറച്ചുകൂടെ വൃത്തി എനിക്കിവിടെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പുതിയതൊന്നും അല്ലല്ലോ, ഓൾറെഡി ബാക്കിയുള്ളവരൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. കുറേ സ്ക്രാച്ചസും അതേപോലെ തന്നെ എന്തെല്ലോ കറകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അറിയാലോ, ഇത്രയും ക്ലീൻ ചെയ്യാനുള്ള ഇടയിൽ നമ്മൾ വീഡിയോ കൂടി എടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. എല്ലാം ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ട്, എനിക്ക് വേഗത തീർക്കുകയും വേണമായിരുന്നു. അതുകൊണ്ട് എല്ലായിടത്തേക്കും എനിക്ക് ക്യാമറയും കൊണ്ട് ചെല്ലാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഏറെക്കുറെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ക്ലീനിങ് എന്ന് പറയുന്ന സംഭവം. കാരണം അത് ക്ലീനിങ് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു ഔട്ട്കം ഉണ്ടാവുമല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമാണ്. ക്ലീനിങ് ഒരു തെറാപ്യൂട്ടിക് ഫീലിംഗ് ആണ്. എനിക്ക് കുക്കിങ്ങിനേക്കാളും ഇഷ്ടം ക്ലീനിങ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. പിന്നെ ഇവിടെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൂമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും അവിടെ ഇവിടെയും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതായത് മറ്റേ റൂമിലെ പോലെ അത്ര വൃത്തിയില്ലാണ്ട് കിടക്കുക ആ ഒരു സംഭവമൊന്നുമില്ലായിരുന്നു. കുറച്ച് പൊടിയും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടേതായ രീതിക്ക് പലർക്കും പലതായിരിക്കുമല്ലോ വൃത്തി. അതായത് ഞാൻ ചെയ്ത പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് അത് വൃത്തിയായിട്ട് തോന്നണം എന്നില്ല. അപ്പോൾ ഞാൻ കബോർഡും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. കബോർഡുകളെല്ലാം തുടച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സാധനം വെക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പാത്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പൊടികൾ സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഇനി ഇതിനകത്തേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കബോർഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഒന്ന് തുടച്ച് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. എന്നാൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, ചിലപ്പോൾ ആളെന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഇന്ന് കുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ആൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ആൾ ഡ്യൂട്ടിക്ക് പോയി. എനിക്ക് ക്ലാസ്സിൻ്റെ ടൈമായിരുന്നു. അങ്ങനെ ഒരു 5 മണി വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതാണ് ഞാൻ വീണ്ടും ക്ലീനിങ് പരിപാടിയിലേക്ക് എല്ലാം ക്ലീൻ ചെയ്തെടുത്തൊക്കെ എല്ലാ സംഭവങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്.
ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. എനിക്ക് മറ്റേ റൂമിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയതും ഇതാണ്. ഒരു സംഭവം എന്താണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. നമ്മൾ കത്തിയൊക്കെ വാങ്ങിയപ്പോൾ ആ സെറ്റിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം കണ്ടോ, നല്ല രസമില്ല. പക്ഷെ അത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാനുള്ള ആ ഒരു സൗകര്യക്കുറവ് കാരണം ഞാൻ ഇതിനകത്തേക്ക് വെക്കുകയാണ്. അതിൽ കുറച്ച് നമ്മുടെ കത്തികൾ, പീലർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഒതുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ബോക്സിൽ കണ്ടോ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റി വെക്കണം. അപ്പോൾ ബെഡ്റൂമിലെ വാർഡ്രോബും അതേപോലെ തന്നെ ഡ്രോയറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതെല്ലാം അതിനകത്തേക്ക് വെക്കണം, എന്നാലേ ഇവിടേക്ക് ഒന്ന് ഫ്രീ ആവുള്ളൂ. അപ്പോൾ അതാ ഞാൻ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. ഇതിൽ പിന്നെ വാർഡ്രോബിലൊന്നും അധികം പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അത് ഓൾറെഡി ക്ലോസ്ഡായി നിൽക്കുന്നതുകൊണ്ടാണോ എന്താ അറിയില്ല, അതിൽ അധികം പൊടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ തുടച്ചപ്പോൾ. ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങോട്ടേക്ക് എൻ്റെ കസിൻ്റെ കയ്യിൽ ആരെടുത്തോ കൊടുത്തു വിട്ടതായിരുന്നു. അതിൽ ഷർട്ടും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ബോക്സ് അതുപോലെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദാ എൻ്റെ ഒരു പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. അത് വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമേ അറിയുള്ളൂ എനിക്കിങ്ങനെ ഒരു ചാനലുള്ള കാര്യം. പിന്നെ ഞാൻ 1-2 പേർക്ക് എന്തോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എങ്ങനെയോ വേറെ ആർക്കൊക്കെയോ ഷെയർ ചെയ്തിട്ട് ഇനി ആരുടെടുത്തെങ്കിലും എത്തിയാലേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരോടും നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആയത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
കിച്ചണിൽ ഒതുക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പ് ഇതിൻ്റെ ചുമരൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ കുക്ക് ചെയ്തതിൻ്റെ സംഭവങ്ങളൊക്കെ തെറിച്ചതും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ തുണി കൊണ്ട് തുടച്ചെടുത്തപ്പോൾ അത് പോകുന്നില്ല. പിന്നീട് ഞാൻ കമ്പി വെച്ചിട്ടാണ് കേട്ടോ ഉരച്ചെടുത്തത്. അപ്പോൾ നല്ല ക്ലീനായി കിട്ടി. അപ്പോൾ ഇതാ അങ്ങനെ കിച്ചണിലെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വൃത്തിയായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എല്ലാം ഒന്ന് പറയണേ. പിന്നെ ഇതാ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ഡോറൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഹാങ്ങറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ തൂക്കുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ ആവുമല്ലോ. അപ്പോൾ ഞാൻ ഡോറും നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തു. ആക്ച്വലി ഒരു റൂം, ഒരു കിച്ചൺ, ഒരു കുഞ്ഞു കിച്ചണൊക്കെ ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കും കൂടെ ആണല്ലോ ഈ വീഡിയോ എടുക്കലും ക്ലീനിങ്ങും കൂടെ ആയപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു മണിയൊക്കെ ആവും എത്താൻ. ആൾ പറഞ്ഞിരുന്നു ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ദിവസം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് നീട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഞാൻ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഇനി തുടച്ചിട്ട് വേഗം കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സുകളെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് വാർഡ്രോബിലേക്ക് മടക്കിയിട്ട് വെക്കണം. ഇത് നാളെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഇതിന് നിന്നതല്ലേ, എല്ലാം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. പിന്നെ നീട്ടി വെച്ചാൽ അത് അങ്ങനെ നിൽക്കും. ഇത് ഞാൻ ട്രോളി ബാഗിൽ നിന്ന് എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ക്ലീനിങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാ ഞാൻ എൻ്റേതായ രീതിക്ക്, ഞാൻ ഭയങ്കരമായിട്ട് ചെയ്തു എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എൻ്റേതായ ഒരു രീതിക്ക് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.